ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 60 റിവ്യൂ. രാവിലെ അനേഷും ജിസൈലും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അമ്മ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്ത് പറയുമെന്ന് ഓർത്ത് ആകുലതയോടെ ഇരിക്കുന്ന ജിസൈൽ. ആര്യനും ജിസൈലും തമ്മിലുള്ള നല്ല ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്നും നിങ്ങൾക്ക് അങ്ങനെയില്ലേ അനീഷ് ചോദിക്കുന്നുണ്ട്. ഷാനവാസും നിവിനും തമ്മിലുള്ള ഇഷ്യൂ പറഞ്ഞു തീർക്കുന്നുണ്ട്. ഷാനവാസ് പറഞ്ഞു, നമ്മുടെ പ്രശ്നങ്ങൾ വേറെ ആൾക്കാരുടെ ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും നമ്മൾ തമ്മിൽ ആദ്യം നല്ല കോംബോ ആയിരുന്നു എന്നും. സംസാരത്തിനിടയ്ക്ക് ചൂരും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഷാനവാസിനോട് ബാക്കിയുള്ളതൊക്കെ അടിച്ചു തീർക്കാൻ ബിന്നി പറയുന്നു. താങ്കൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നും ഷാനവാസ് പറയുന്നു. ബിന്നി പോകുന്നു. പിന്നെയും ബിന്നി വന്ന് വീണ്ടും ചൊറിയുന്നു. പിന്നെ ഷാനവാസും ബിന്നിയും തമ്മിലുള്ള തർക്കം. എനിക്കൊരു ഫോർത്ത് ക്യാപ്റ്റൻ ഉണ്ട്, അയാളാണ് ഇത് പറയേണ്ടതെന്നും ബിന്നിയല്ല ഇത് പറയേണ്ടതെന്നും ഷാനവാസ്. താനൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അത് കഴിഞ്ഞ് ചെയ്യാമെന്നും പറഞ്ഞതിൽ ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് ബിന്നി വാശി പിടിക്കുന്നു. ഞാനത് ചെയ്യില്ലെന്ന്, ഞാൻ പറഞ്ഞു തീർത്താലേ ചെയ്യുള്ളൂ എന്ന് ഷാനവാസ്. അപ്പോൾ ബിന്നി നെവിന്റെ അടുത്ത് വന്ന്, നെവിനെ ബാത്റൂം ക്ലീൻ ചെയ്യാം, ഞാനും കൂടി സഹായിക്കാം എന്ന് ബിന്നി. എനിക്ക് കഴിച്ച പാത്രം കഴുകാനുണ്ടെന്ന്, എന്നാൽ അത് പോയി കഴുകാനെന്ന് ബിന്നി. നോക്കണേ ബിന്നിയുടെ സ്വഭാവം. ബിന്നിക്ക് വലിയ ആവശ്യമുണ്ട്. ഷാനവാസും നിവിനും തമ്മിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് പോയി ചൊറയേണ്ട യാതൊരു കാര്യമില്ല. അവരത് കഴിഞ്ഞിട്ട് ചെയ്തോളും. ബിന്നി ഹൗസിന്റെ ക്യാപ്റ്റനാണ്, ഒന്നാ ഫ്ലോറിന്റെ ക്യാപ്റ്റനല്ല. എപ്പോൾ വേണമെങ്കിലും അവർക്കത് ചെയ്യാനുള്ള അവകാശമുണ്ട് ഷാനവാസിനൊക്കെ. ഓവർ സ്മാർട്ട്നെസ്സും ക്യാപ്റ്റനിൽ നിന്നുള്ള അഹങ്കാരമാണ് ബിന്നിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. ഇതിനിടയ്ക്ക് അനീഷും അനുമോളും തമ്മിൽ കിച്ചണിൽ വഴക്കുണ്ടാക്കുന്നുണ്ട്. അനുമോൾ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ലെന്നും എല്ലാത്തിന്റെ അധികാരം അനുമോൾക്കാണ് വേണ്ടതെന്നും ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ലെന്നും അനീഷ്. ഇന്ന് ആരിന്റെയും ജിസൈന്റെയും അനുമോളിന്റെയും ഫാമിലിയാണ് വരുന്നതെന്ന് ബിഗ് ബോസ്. ഇന്നലത്തെ പകരമായി ഇന്ന് ആദ്യം അവരെ കണ്ടിട്ട് ഗെയിം കളിച്ചാൽ മതിയെന്ന് ബിഗ് ബോസ്. ആദ്യം വന്നത് ജിസൈലിന്റെ അമ്മയാണ്. ജിസൈലിന്റെ അമ്മ വന്ന പാട്ട് കേട്ടപ്പോൾ അനുമോൾ ഓർത്തു അനുമോളുടെ അമ്മയാണ് ആദ്യം വരുന്നതെന്ന് പറഞ്ഞിട്ട് ആദ്യം പോയി അവിടെ നിൽക്കുന്നു. എക്സ്പ്രഷനൊക്കെ ഇടാൻ തുടങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും വന്നത് ജിസൈലിന്റെ അമ്മ. ജിസൈലിന്റെ അമ്മ പൊന്നമ്മ ജിസൈലിനെ കെട്ടിപ്പിടിക്കുമ്പോൾ അനുമോൾ അവിടെ ബിന്നിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ജിസൈലിന്റെ അമ്മ ജിസൈലിനോട് നീ ഗെയിം നന്നായിട്ട് കളിക്കുന്നില്ല എന്ന് കെട്ടിപ്പിടുത്തത്തിനിടയിൽ പറയുന്നുണ്ട്. ആരും വന്ന് കാര്യത്തൊട്ട് വന്നിച്ചിട്ട് പോയപ്പോൾ കാണാത്ത രീതിയിൽ ജിസൈലിന്റെ അമ്മ. പിന്നീട് ടാസ്ക് കഴിഞ്ഞ് ജിസൈൽ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് പൊന്നമ്മ. ഏതായാലും വലിയ മൈൻഡൊന്നും പൊന്നമ്മ ആരിനോട് കാണിച്ചിട്ടില്ല. ബിഗ് ബോസിന്റെ മുൻവശം പസിൽ പോലെ ചേർത്ത് വെക്കുകയായിരുന്നു ടാസ്ക്. ഒരുപാട് സമയമെടുത്തിട്ടാണ് ജിസൈൽ അത് പൂർത്തീകരിച്ചത്. കുറെ ക്ലൂ ഒക്കെ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ടാസ്ക് വലിയ കുഴപ്പമില്ലാതെ പൂർത്തീകരിക്കുകയും ചെയ്തു. പല കാര്യങ്ങളും ജിസൈലിന്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ജിസൈലിന് അത് മനസ്സിലായോ ഇല്ലയോ. ജിസൈലിന് വേണ്ട അമ്മ മുംബൈ പോകണം, മേക്കപ്പ് സാധനങ്ങൾ തീരാറായി, അത് കൊണ്ടുപോയി തരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ജിസൈൽ പറയുന്നത്. നിന്റെ ഡ്രസ്സുകൾ വൃത്തിയാക്കി ഇടാനും എപ്പോഴും അടുക്കളയിൽ തന്നെ നിൽക്കാതെ മുൻവശത്തെ ചാരുകസേനയിലൊക്കെ വന്നിരിക്കാനും ഒക്കെ അവർ പറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ നിനക്ക് പസിലുകൾ ഒട്ടിക്കാൻ കഴിയാത്തതെന്ന് അവർ. ഒറ്റയ്ക്ക് നന്നായിട്ട് ഗെയിം കളിക്കാനാണ് അവർ പറയുന്നത്. ജിസൈലിന്റെ അമ്മ ഫാമിലി റൗണ്ടിൽ വന്നപ്പോൾ ജിസൈലിന് പുറത്തെ അതായത് വോട്ട് കൂടിയിട്ടുണ്ട്. അടുത്തത് ആരിന്റെ കുടുംബമാണ് വന്നത്. ആരിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. ആരാണ് വരുന്നതെന്ന് ചോദിക്കുന്നു. അമ്മയും അച്ഛനുമായിരിക്കും എന്ന് ആര്യൻ. അപ്പോൾ സ്റ്റോർ റൂമിൽ നിന്ന് ചേട്ടൻ. കണ്ടാൽ ആരിനേക്കാളും പ്രായം കുറവാണെന്നേ തോന്നും. നല്ലൊരു ഹിന്ദി പാട്ടിന്റെ അകമ്പടിയോടുകൂടി ആരിന്റെ അമ്മ മുൻവാതിൽ തുറന്ന് അകത്തേക്ക്. ആദ്യം കണ്ട അനുമോളെ കെട്ടിപ്പിടിക്കുന്നു. എല്ലാവരുമായിട്ട് സന്തോഷം പങ്കിടുന്നു. പൂമ്പാറ്റകളെ ഞാനെന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന്. ആര്യൻ പുറത്തേക്ക് വരുന്നു. ചേട്ടന് അവനെ എടുത്തു പൊക്കുന്നു. സന്തോഷം പങ്കിടുന്നു. അമ്മയായിട്ട് കെട്ടിപ്പിടിക്കുന്നു. ആര്യൻ പസിലുകൾ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ചു. ബിസ്ക്കറ്റ് നെറ്റിൽ നിന്ന് പതുക്കെ ചാടിച്ച് വായിക്കൊണ്ടിരുന്നു, കൈ തൊടാതെ. അതായിരുന്നു ആരിന്റെ ടാസ്ക്. അത് നന്നായി ചെയ്തു. ആദിലയും നൂറയും ദത്തെടുക്കുമെന്ന് ആരിന്റെ അമ്മ. എന്റെ പെൺമക്കളാണെന്ന് അവർ. ജിസൈൽ ആരാണെന്ന് ആര്യൻ ചോദിച്ചപ്പോൾ ഫ്രണ്ടാണെന്ന് ജിസൈലിന്റെ അമ്മ. നന്നായിട്ട് ഒറ്റയ്ക്ക് ഇന്ന് ഗെയിം കളിക്കാനാണ് ആര്യന്റെ ചേട്ടനും അമ്മയൊക്കെ പറഞ്ഞത്. ആര്യന്റെ കബോർഡ് കണ്ടപ്പോൾ ഇതെന്താ വൃത്തിയാക്കത്തതെന്ന് അവർ ചോദിച്ചു. അടുത്തത് അനുമോളിന്റെ ചേച്ചിയും അമ്മയുമാണ് വന്നത്. പാട്ടൊക്കെ കേട്ട് അനുമോൾ ഓടിച്ചെന്നു മുട്ടുകൂത്തി എക്സ്പ്രഷൻ ഇരിക്കുന്നു. പെട്ടെന്ന് പാട്ട് നിൽക്കുന്നു. ബിഗ് ബോസ് അനുമോളിനോട് ആക്ടിവിറ്റി ഏരിയയിൽ പോകാൻ പറയുന്നു. അനുമോൾ ഇത് എന്താ ബിഗ് ബോസ് ഇങ്ങനെ എന്നോടെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അനുമോളുടെ അമ്മയും ചേച്ചിയും വരുന്നു. അനുമോൾ ടാസ്ക് ചെയ്യുന്നു. ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് ടാസ്ക് ചെയ്ത് അനുമോൾ ഓടിച്ചെന്ന് അമ്മയുടെ അടുത്ത് ചെല്ലുന്നു. കെട്ടിപ്പിടിച്ച് കരയുന്നു. അമ്മയെ ചെറുതായിട്ട് കരയിപ്പിക്കുന്നു. വൈകുന്നേരം അനീഷും അക്ബറും തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട് ചപ്പാത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാമോ? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമന്റ് ചെയ്യുമോ?